ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക് ഇറ്റ് സുമിത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തും ആയിക്കോട്ടെ, അതിപ്പോൾ നെഗറ്റീവ് ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ, ടിപ്സ് ആൻഡ് നോളജ് ആയിക്കോട്ടെ, എന്ത് കാര്യങ്ങളായാലും അത് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് മെൻഷൻ ചെയ്യാൻ നിങ്ങൾ 100% ശ്രമിക്കണം. അതോടൊപ്പം വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് തരാനും ഈ വീഡിയോ ഇൻഫർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഈ ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഫസ്റ്റ് തന്നെ പൗസിൻ്റെ ഏതൊക്കെ എക്സ്ചേഞ്ചിലാണ് ലിസ്റ്റ് ആവുന്നത്, ഇതിന് എന്തൊക്കെയാണ് ബാക്കപ്പ്, അങ്ങനെയുള്ള കുറേ ഡീറ്റെയിൽസും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കുറേ ആൾക്കാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിനൊക്കെ ഒരു ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുവരെ കിട്ടിയ ഡിസ്കോഡിൽ നിന്നുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് ആളായിട്ട് നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷനാണ് പൗസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിന് കിട്ടി എന്നുള്ളൊരു കാര്യമായിരിക്കും ഞാൻ പറയുന്നുണ്ടാവുക. വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും ഈ ഒരു വീഡിയോ കണ്ടു എന്ന് പറഞ്ഞാൽ ആൻസർ കിട്ടും. നിങ്ങൾ 100% വിശ്വസിക്കുക. എന്താണെന്ന് പറഞ്ഞാൽ അത്രത്തോളം ഡീറ്റെയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കോഡിൽ നിന്നും അവിടെ നിന്നും കുറേ ഗ്രാസ്പ് ചെയ്ത് എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാണ്. അപ്പോൾ എന്തുകൊണ്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം ഞാനൊരു പ്രൊജക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്താണ് നമ്മുടെ ടെലിഗ്രാം ചാനലിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രൊജക്റ്റിനെ പറ്റി ഞാൻ ഒരുപാട് കയറി എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ഈ ഒരു വണ്ടർ കിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പോൾ റീസെൻ്റ്ലി വന്നിട്ടുള്ള ടെലിഗ്രാം പ്രൊജക്റ്റ്. ഇപ്പോൾ ആൾറെഡി തന്നെ ഇപ്പോൾ ടെലിഗ്രാം പ്രൊജക്റ്റിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. എന്തുകൊണ്ടാണ് ഈ പ്രൊജക്റ്റിൽ ഞാൻ കയറാൻ പറയുന്നത് എന്നുള്ളൊരു കാര്യം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ശരിയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് കയറിയാൽ മതി. ഞാൻ ഒരിക്കലും നിർബന്ധിക്കില്ല. ഇതൊരു പ്രൊമോഷനും അല്ല. എനിക്ക് പ്രൊമോഷൻ ചെയ്യാനാണെങ്കിൽ എനിക്ക് അവർ പൈസ ഒന്നും കൊണ്ടുവന്ന് തരുന്നില്ല. ഇത് എൻ്റെ പ്രൊജക്റ്റ് നീ പ്രൊമോട്ട് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് പൈസ തരാം എന്നുള്ള രീതിയിലാണോ ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകളൊക്കെ ഞാൻ പറഞ്ഞ് അപ്ഡേറ്റ് തരുന്നത്? തീർച്ചയായിട്ടും അല്ല. നമുക്ക് അതിന് നല്ലതുണ്ടോ എന്ന് തോന്നുമ്പോൾ മാത്രമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ പൗസിൻ്റെ ഡീറ്റെയിൽ തന്നെ പോകാം. ഞാൻ ഫസ്റ്റ് ഇവിടെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് പൗസിൻ്റെ ആരൊക്കെയാണ് ബാക്കപ്പ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ ആരൊക്കെയാണ് അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ പൗസിൽ ഫാൻഡം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അവൻ്റെ പാർട്ട്നേഴ്സായിട്ട് ബ്ലം വന്നിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ബ്ലം വന്നതെന്ന് പറഞ്ഞാൽ ബ്ലം മേ ബി നമ്മുടെ സൊലാന നെറ്റ്വർക്കിൽ തന്നെയായിരിക്കും വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കും ബ്ലമ്മും വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ മാജിക് ഈതൻ അവിടെ ആൾറെഡി എന്താണ് അവൻ്റെ ഒരു കാര്യം അവർ നടപടിയൊക്കെ ചെയ്തു കഴിഞ്ഞു. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ NFT ആയിട്ടുള്ള അങ്ങനെയുള്ള വൗച്ചറൊക്കെ കൊണ്ടുവന്നപ്പോൾ നമുക്ക് അവിടെ മാജിക് ഈതനിലാണ് അവൻ്റെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആ വെബ്സൈറ്റിൻ്റെ കാര്യം അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അടുത്ത് റേഡിയം എന്ന് പറഞ്ഞിട്ടുള്ള മെയിൻ സൊലാനയിൽ ഏറ്റവും കൂടുതൽ കോയിൻസ് ഒക്കെ ഹോൾഡ് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് റീസെൻ്റ്ലി പംഫമ്മിൽ വരെ ആൾറെഡി നല്ല വെയിൽസ് ഒക്കെ ഹോൾഡ് ചെയ്യുന്ന ഇല്ലെങ്കിൽ അവൻ്റെ ഒരു ഫൗണ്ടേഷനൊക്കെയാണ് ഈ ഒരു റേഡിയം എന്ന് പറയുന്നത്. അപ്പോൾ അവരും ഇവന് എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ റേഡിയം സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം ഞാൻ എന്ത് ചെയ്യാം, താഴെ വരുമ്പോൾ പറഞ്ഞുതരാം. അതേപോലെ തന്നെ ജൂപ്പിറ്റർ എന്ന് പറയുന്നതും ഇവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മേജറായിട്ട് സൊലാന ഫൗണ്ടേഷനും ഇവരിന് ഇൻവെസ്റ്റേഴ്സായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഇവൻ്റെ ബാക്കപ്പ് ഇങ്ങനെ ഇൻവെസ്റ്റേഴ്സൊക്കെ കാണുമ്പോൾ വളരെയധികം ഒരു സന്തോഷമൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഇത് തീർച്ചയായിട്ടും ഒരു ടെലിഗ്രാം പ്രൊജക്റ്റാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ വളരെ കോടികളും ലക്ഷങ്ങളും ഇതിന്ന് കിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ആൾറെഡി തന്നെ ഇത് ബിനാൻസിൽ ലിസ്റ്റ് ആവോ എന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. ബിനാൻസിൽ ലിസ്റ്റ് ആവാൻ അവർ തന്നെ കുറച്ച് ഹിൻറ്റുകളൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യമൊക്കെ ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരാം. ഈ ഒരു പൗസ് കൾട്ടിൻ്റെ ട്വിറ്റർ പേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ മുമ്പ് തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിനാൻസിന് റിപ്ലൈ ചെയ്തിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ ബിനാൻസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവർക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേ ബി ഒരു പോസിബിലിറ്റീസ് ഒക്കെ ഇല്ലെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. അതേപോലെ തന്നെ ഇവൻ്റെ ആദ്യത്തെ ഹിൻഡ് നമുക്കൊരു ഫോട്ടോയിൽ കുറച്ച് ഹിൻഡുകൾ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഹിൻഡിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ സൂം ചെയ്ത് കാണിച്ചു തരാം. ബൈബിറ്റ്, OKX അതേപോലെ തന്നെ ബൈനാൻസിലും ഇതെന്താണ് ലിസ്റ്റ് ആവുന്നു അവർ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബൈബിറ്റിൽ റീസെൻ്റ്ലി തന്നെ ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. അതിൻ്റെ കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. OKXലും തീർച്ചയായിട്ടും കൺഫേം ആവും. ബാക്കിയുള്ള സാധാരണയായിട്ടുള്ള ഈ ബിറ്റ്ഗെറ്റ് ആയിക്കോട്ടെ ഇല്ലെങ്കിൽ ഒരു ക്യൂകോയിൻ ആയിക്കോട്ടെ അങ്ങനെയുള്ള പല എക്സ്ചേഞ്ചുകളിലും എന്താണ് ആൾറെഡി തന്നെ അവർക്ക് എടുക്കുമെന്ന് നിങ്ങൾ 100% മനസ്സിലാക്കുക. എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ ചവറ് പോലെയുള്ള പ്രൊജക്റ്റും ഇങ്ങനെയുള്ള എക്സ്ചേഞ്ചുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു പ്രൊജക്റ്റൊക്കെ ഇത് ഇത്രത്തോളം ഒരു ടോൺ ബ്ലോക്ക് ചെയ്യുന്ന സൊലാനയിലേക്ക് മാറുന്നു, അവരായിട്ട് ഫൈറ്റ് ഉണ്ടാക്കുന്നു, അങ്ങനെയുള്ള ടെലിഗ്രാമും ഇവരുമായിട്ട് ക്രാഷ് ആവുന്നു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇതിലുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടും ഇങ്ങനെ ഒരു ഹൈപ്പ് കിട്ടിയ ഒരു പ്രൊജക്റ്റ് തീർച്ചയായിട്ടും ബാക്കിയുള്ള എല്ലാ എക്സ്ചേഞ്ചുകളും എടുക്കും. നമുക്ക് മേജറായിട്ട് ഏതാണ് വേണ്ടത്, ബൈബിറ്റും ബൈനാൻസും OKXും വന്നെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു ആശ്വസിക്കാൻ നമുക്കതിലൊരു കണക്കുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും ബൈനാൻസിൽ അവർ ലിസ്റ്റ് ആക്കുന്ന അവർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ലിസ്റ്റ് ആക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ ബൈബിറ്റിൽ ഇത് കൺഫർമേഷൻ ആയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ റീസെൻ്റ്ലി സോൾ സ്കാൻ എടുത്ത് നോക്കിയെന്ന് പറഞ്ഞാൽ 100 ബില്യൺ ടോക്കൺസ് പൗസിൻ്റെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ നിന്ന് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ജനറേറ്റ് ചെയ്തതിൻ്റെ ഒരു പങ്ക് അവിടെ ബൈബിറ്റ് ഹോട്ട് വാലറ്റിലേക്ക് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ട്രാൻസ്ഫർ ചെയ്തുള്ളത്. നിങ്ങൾക്ക് അവിടെ പോയി നോക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇല്ലെങ്കിൽ അവിടെ ഒരു വാലറ്റിന് നമുക്ക് അവിടെ ഏതൊക്കെ എക്സ്ചേഞ്ചിലാണ് നോക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ബൈബിറ്റ് കാണാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ബൈബിറ്റ് കൺഫേം ചെയ്തിട്ടുണ്ട് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മുടെ പൗസ് ബൈബിറ്റിൽ ലിസ്റ്റ് ആവുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റി. ഇനി അടുത്തത് ഞാൻ അവിടെ പറയാൻ പോകുന്നത് റേഡിയം എന്തുകൊണ്ട്
എന്തുകൊണ്ടാണ് ഇത് വളരെയധികം ഇവിടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ WIF വിഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീം കോയിൻ നമ്മുടെ ഈ സൊലാന ബ്ലോക്ക് ചെയിനിൽ വളരെയധികം വലിയൊരു മാർക്കറ്റ് ക്യാപ്പിൽ എന്തിൽ വന്നിട്ടുള്ളതാണ്, വലിയൊരു മാർക്കറ്റ് ക്യാപ്പ് 4.8 ബില്യൺ മാർക്കറ്റ് ക്യാപ്പിൽ വന്നിട്ടുള്ള ഒരു മീം കോയിനാണ്. അപ്പോൾ ആ ഒരു മീം കോയിൻ നമ്മുടെ പൗസിൻ്റെ ട്വിറ്റർ എന്ത് ചെയ്തിട്ടുണ്ട്, റീട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലും ഇപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള OG കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, സൊലാനിൻ്റെ OG കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന കുറേ ഇതുണ്ട്. ആ ടോക്കൺസ് ഒക്കെ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്ക് വീണ്ടും അലോക്കേഷൻ കൊടുക്കുന്നതിൽ പറയുന്നില്ല. മേജറായിട്ട് അവരെന്ത് പറഞ്ഞിട്ടുണ്ട്, ഈ വിഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോക്കണും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരും സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ വളരെയധികം സൊലാന ബ്ലോക്ക് ചെയിനിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു മീം കോയിൻ ആണ് ഈ ഒരു വിഫ് എന്ന് പറഞ്ഞാൽ. റീസെൻ്റ്ലി എല്ലാ മാർക്കറ്റ് ഡൗൺ ആണ്, അത് നിങ്ങൾ കണക്കാക്കണ്ട. പക്ഷേ ഈ ഒരു സമയത്ത് ഇവർ സപ്പോർട്ട് ചെയ്യുന്നത് വളരെയധികം നല്ലൊരു കാര്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് എത്രത്തോളം ടോക്കൺ സപ്ലൈ ആണ് നമ്മുടെ ഈ പൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ ഉള്ളത്. 100 ബില്യൺ ആണ് അവർ ടോട്ടലായിട്ട് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ സർക്കുലേറ്റിംഗ് സപ്ലൈ എത്രയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അവരിപ്പോൾ റീസെൻ്റ്ലി നമുക്ക് ഡിസ്കോഡിൽ നിന്ന് കിട്ടിയ ന്യൂസ് എന്താന്ന് പറഞ്ഞാൽ 50 ബില്യൺ ടോക്കൺസ് ആയിരിക്കും നമ്മുടെ ഈ ഒരു പൗസ് ലിസ്റ്റ് ആകുമ്പോൾ സർക്കുലേറ്റിംഗ് സപ്ലൈ ആയിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നതെന്നാണ് റീസെൻ്റ്ലി നമുക്ക് കിട്ടിയ ന്യൂസ്. ഇത് ആൾമോസ്റ്റ് ശരി തന്നെയാണ്. എന്താന്ന് പറഞ്ഞാൽ അവർ ഡിസ്കോഡിൽ അതിൻ്റെ കമ്മ്യൂണിറ്റി മെമ്പർ തന്നെ എന്താണ് ഇത് റിവീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 50 മില്യൺ ടോക്കൺസ് ആയിരിക്കും നമ്മുടെ പൗസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇനി ഞാനിവിടെ അടുത്ത് പറയാൻ പോകുന്നത് വൗച്ചറിൻ്റെ കാര്യമാണ്. ഒരു NFT വൗച്ചർ 8888 ടോക്കൺസ് ആയിരിക്കും നിങ്ങൾക്ക് തരിക. അപ്പോൾ നമുക്കവിടെ എത്രത്തോളം വൗച്ചർ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടോ 8888 ഇൻറ്റു എത്രത്തോളം വൗച്ചർ ഇൻറ്റു ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം ടോക്കൺസ് കിട്ടുമെന്ന് നിങ്ങൾക്ക് അപ്പം തന്നെ മനസ്സിലാക്കും. ആഫ്റ്റർ TGA തന്നെ നമുക്ക് ഈ NFT വൗച്ചർ നമുക്ക് ടോക്കണാക്കി മാറ്റിയിട്ട് പൈസയാക്കി മാറ്റാൻ പറ്റുമെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിവിടെ അടുത്ത് പറയാൻ പോകുന്നത് നമ്മുടെ എന്താണ് എപ്പോഴാണ് ഇത് ലിസ്റ്റ് ആവാൻ പോവുക എന്നുള്ളൊരു ഡിസ്കോഡിൻ്റെ അവൻ്റെ ഒരു കോൺവെർസേഷൻ്റെ കാര്യമാണ്. അപ്പോൾ വെൻ അനദർ എപ്പിക് വിൽ ബി ലിസ്റ്റഡ് ഓൺ ബിനാൻസ് കിങ് വി ആർ ഗെറ്റിംഗ് ലിസ്റ്റഡ് ഷോൺ റിയാക്ഷൻ എ ഹേർട്ട് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുകയാണ് ഇത് ബൈനാൻസിൽ ലിസ്റ്റ് ആവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഐ ഹോപ്പ് ഫസ്റ്റ് ലിസ്റ്റിംഗ് ന്യൂസ് വിൽ ബി കം ഔട്ട് ദിസ് വീക്ക് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ലിസ്റ്റിങ്ങിൻ്റെ ഏതിലാണ് ലിസ്റ്റിംഗ് ന്യൂസ് ഇല്ലെങ്കിൽ ഏതിലൊക്കെ എക്സ്ചേഞ്ചിലാണ് വരുന്നത്, ഏത് ഡേറ്റിലാണ് വരുന്നത് എന്ന് പറയുന്നത് ഈ വീക്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും, ഇല്ലെങ്കിൽ അവർ അനൗൺസ്മെൻറ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ, എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് കിട്ടട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ മേജറായിട്ട് ഇവിടെ ഇപ്പോൾ ആൾറെഡി പറയുന്നത് സാധാരണ എക്സ്ചേഞ്ചുകളായിരിക്കും ആദ്യം. അപ്പോൾ അവിടെ താഴെ തന്നെ പറഞ്ഞിട്ടുണ്ട് ബിറ്റ്ഗെറ്റ് എന്ന്. എന്താണെന്ന് പറഞ്ഞാൽ ബിറ്റ്ഗെറ്റും അങ്ങനെയുള്ള സാധാരണ എക്സ്ചേഞ്ച് ഫസ്റ്റ് തന്നെ അനൗൺസ്മെൻറ്റ് ചെയ്യും. മേജറായിട്ടുള്ള വലിയ എക്സ്ചേഞ്ചുകളൊക്കെ അവർ ലാസ്റ്റ് ആയിരിക്കും അനൗൺസ്മെൻറ്റ് ചെയ്യാൻ പോകാമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനി ഞാനിപ്പോൾ അടുത്തവിടെ കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു വൗച്ചറിൻ്റെ കൺവേർഷനാണ്. ഈ വൗച്ചറിൻ്റെ കൺവേർഷൻ ഞാൻ ആൾറെഡി തന്നെ ഇപ്പോൾ പറഞ്ഞു, ഒരു ഡിലേയും ഇല്ല. നമ്മൾ TGA നടന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് ആ വൗച്ചറൊക്കെ ടോക്കണാക്കി മാറ്റാനുള്ള ഓപ്പർച്യൂണിറ്റി അവർ നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ ഡിസ്കോഡിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി കുറേ ആൾക്കാരുടെ ഡൗട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ 3-4 അക്കൗണ്ട് ഈ ഒരു പൗസിൽ വെച്ചിട്ടുണ്ട്. ഈ 3-4 അക്കൗണ്ട് എടുത്തു എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നെലിജിബിൾ ആവോ ഇല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ട് ബാൻ ആവോ അങ്ങനെയുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അവൻ്റെ ചോദിച്ചപ്പോൾ തന്നെ പറയുകയാണ് ഇഫ് യു ലൈക്ക് 3 or 4 അക്കൗണ്ട് ഈസ് ഫൈൻ ഫോർ എസ് എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ 3-4 അക്കൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൊണ്ട് പേടിക്കാനില്ല. നിങ്ങൾക്കത് പല എക്സ്ചേഞ്ചുകളായിട്ട് വിഡ്രോ ചെയ്യാം, ഇല്ലെങ്കിൽ ഒരു എക്സ്ചേഞ്ചിൽ തന്നെ വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടാവും. ഇതിപ്പോൾ നമ്മൾ എക്സ്ചേഞ്ചിക്ക് മാറ്റുമ്പോൾ നമ്മൾ സൊലാനൻ്റെ അഡ്രസ്സ് തന്നെയാണ് കൊടുക്കുക. നിങ്ങളിപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ ക്ലെയിം ചെയ്ത ടോക്കൺ നമ്മൾ ഒരു എക്സ്ചേഞ്ചിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ അവിടുത്തെ ഏത് നെറ്റ്വർക്കിലാണോ അത് ലിസ്റ്റ് ആവുന്നത് ആ നെറ്റ്വർക്കിൻ്റെ അഡ്രസ്സ് ആയിരിക്കും നിങ്ങൾ കൊടുക്കുക. അത് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ആ എക്സ്ചേഞ്ചിൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു സൊലാനിൻ്റെ അഡ്രസ്സ് നിങ്ങൾ അവിടെ കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് അവിടെ റിസീവ് ആവാനുള്ള ഓപ്ഷനും നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പേടിക്കാനുള്ള ഒരു 4-5 അക്കൗണ്ട് ഉണ്ട്, എൻ്റെ കയ്യിൽ പേടിക്കോ എൻ്റെ ബാൻ ആവുമോ അങ്ങനെയുള്ളവർക്കൊക്കെ അതിൻ്റെ ഒരു ഡീറ്റെയിലും കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ ഒരു പ്രൈസിൻ്റെ കാര്യമാണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലായി 50 ബില്യൺ ടോക്കണാണ് നമ്മുടെ ഈ ഒരു പൗസ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ടോട്ടലായിട്ട് സപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു 100 മില്യൺ മാർക്കറ്റ് ക്യാപ്പിൽ എടുത്താൽ ഇതിന് എത്രത്തോളം പ്രൈസ് കിട്ടുമെന്ന് ഞാൻ വെറുതെ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ വെച്ചിട്ട് എന്ത് ചെയ്തുതരാം, കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒരു 100 മില്യൺ മാർക്കറ്റ് ക്യാപ്പ് എടുക്കുകയാണ്. അപ്പം 100 മില്യൺ എന്ന് പറഞ്ഞാൽ 8 0 വരണം, 2 4 6 8. അതേ ഡിവൈഡഡ് ബൈ ഞാനിവിടെ 50 ബില്യൺ ആണ് എടുക്കുന്നത്. അപ്പോൾ 1 2 3 4 5 6 7 8 9 10. അപ്പോൾ നമുക്കിവിടെ ഈ 100 മില്യൺ മാർക്കറ്റ് ക്യാപ്പിൽ 50 ബില്യൺ സപ്ലൈ ആണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന പ്രോഫിറ്റ് ഇല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു പൗസ് ടോക്കൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.002 എന്ന് പറഞ്ഞിട്ടുള്ള ഡോളറായിരിക്കും. അതേ ഇത് ഈ മാർക്കറ്റ് ക്യാപ്പ് നിങ്ങൾക്ക് ഇവിടെ 200 ആയി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 300 ആയി എന്ന് പറഞ്ഞാൽ 0.006 കിട്ടും. അതേപോലെ തന്നെ ഇത് 200 ആയി എന്ന് പറഞ്ഞാൽ 0.004 കിട്ടും. ഇതിനേക്കാളും നല്ല രീതിയിൽ തന്നെ കൂടി സപ്ലൈ വീണ്ടും കുറഞ്ഞു എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ വീണ്ടും വാല്യൂ കൂടാനുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മേജറായിട്ട് അറിയേണ്ടത് എന്താണെന്ന് പറഞ്ഞത് ഏതൊക്കെ എക്സ്ചേഞ്ചിലാണ് ലിസ്റ്റ് ആവുക എന്ന് ചോദിച്ചാൽ
ബൈബിറ്റ് കൺഫേം ആയിട്ടുണ്ട്, ബിറ്റ്ഗെറ്റിലാവും, മെക്സിയിലാവും, ക്യൂകോയിനിലാവും, OKX-ലാവും. ബൈനാൻസ് മാത്രം നമുക്ക് ലാസ്റ്റാണ് കൺഫർമേഷൻ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ബൈനാൻസിലായെന്ന് പറഞ്ഞാൽ ഇതിന് വളരെയധികം വാല്യൂ കൂടാനുള്ള ഒരു സാധ്യതയൊക്കെ നമുക്കുണ്ട്. അപ്പോൾ എനിക്കിവിടെ 14,000 ടോക്കൺസ് ഉണ്ട്. ഞാനിവിടെ എന്ത് ചെയ്യാണ്, 0.06 ഇല്ലെങ്കിൽ 0.2 ഒക്കെ വാല്യൂ എടുക്കുമ്പോൾ എനിക്ക് $28 മാത്രമാണ് കിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ 18ാം റാങ്ക് ചെന്നിട്ട് എനിക്ക് ഇത്രത്തോളം ഒരു ടോക്കൺ മാത്രമാണ് കിട്ടിയുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഓരോ ആൾക്കാർക്കും വളരെ വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ പൈസ മുടക്കിയ ആൾക്കാർക്ക് വീണ്ടും നല്ലോണം കോയിൻസ് ഒക്കെ കിട്ടും. NFT വൗച്ചർ ഉള്ളവർക്കും ആ ഒരു കോയിൻസ് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒരു പ്രോഫിറ്റ് ഇതിന് കിട്ടട്ടെ. നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് കോടികളും ലക്ഷങ്ങളല്ല ഇതിന് കിട്ടുന്നത്. ചെറിയ രീതിയിൽ നിങ്ങൾ ഒരു 3 മാസം 4 മാസം കളിച്ച പ്രൊജക്റ്റ് നിന്ന് എത്രയാണോ കിട്ടുന്നത് അത്രത്തോളം നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടട്ടെ എന്ന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. ഇനി ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് ഞാൻ പറഞ്ഞു വന്ന ഈ ഒരു വണ്ടർ കിഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിനെ പറ്റിയിട്ടാണ്. ഈ വണ്ടർ കിഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് വളരെയധികം നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് തരാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റായി ഞാൻ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് കാണുന്നത് എന്നുള്ളൊരു കാര്യം ഗെയിമിലേക്ക് പോയിട്ട് ഞാൻ നിങ്ങൾക്ക് എന്ത് തരാം, കാണിച്ചു തരാം. ഞാനിവിടെ വണ്ടർ കിഡ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹൈലി ആയിട്ടുള്ള നെറ്റ്വർക്ക് വേണം. ഇടയ്ക്ക് നമുക്ക് എന്താണ് അത് ഓപ്പൺ ആകാൻ സമയം എടുക്കും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് തന്നെ ഇതിൽ ഓപ്പൺ ചെയ്യുക. അതിൽ വേറെ ഒരു ടാസ്കുകളും നിങ്ങൾക്കില്ല. നിങ്ങൾ വെറുതെ ടാപ്പ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ആ ടാപ്പ് ചെയ്തിട്ട് അവർ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏറ്റവും നല്ല റാങ്കിലാവണം. ഇപ്പോഴാണ് ഇതിൻ്റെ പ്രീ സെയിൽ കഴിഞ്ഞത്. ഏറ്റവും നല്ല റാങ്കിലായി ഇല്ലെങ്കിൽ ഇതിലുള്ള ക്യാരക്ടർ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പൈസ കൊടുത്ത് ഡെവലപ്പ് ചെയ്തു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു അലോക്കേഷൻ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിവിടെ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ പൈസ കൊടുക്കേണ്ട, ഒരു കാര്യങ്ങളും ചെയ്യേണ്ട, നിങ്ങൾ ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല റാങ്കിൽ എത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നല്ല റാങ്കിൽ വെക്കാം. എൻ്റെ ഒരു സെക്കൻഡ് അക്കൗണ്ടാണ്. എൻ്റെ ഫസ്റ്റ് അക്കൗണ്ട് ഞാൻ എന്ത് ചെയ്യാം, എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഞാൻ സ്ക്രീൻഷോട്ടൊക്കെ നിങ്ങൾക്ക് ഇട്ട് തരാം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടു എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലിലുള്ളവരൊക്കെ ഇത് കയറിയിട്ടുണ്ട്. കയറിയവർക്ക് എല്ലാവർക്കും നല്ലൊരു റാങ്കാണ്. എൻ്റെ ഇവിടെ റാങ്ക് എത്തിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെ കുറവായിരിക്കും. എന്താണെന്ന് പറഞ്ഞാൽ മുമ്പ് ഞാൻ ഫസ്റ്റൊക്കെ ആയിരുന്നു. ഞാനിപ്പോൾ 747ാമത്തെ റാങ്കിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ വേറെ അക്കൗണ്ടിൽ ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ഇട്ട് തരാം. അതെന്തായാലും നല്ലൊരു റാങ്കിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമുക്കിതിൽ മേജറായിട്ട് ചെയ്യാനുള്ളത് ഒന്നുമില്ല. നമുക്കിവിടെ ടാപ്പ് ചെയ്യുക, ടാപ്പ് ചെയ്ത് ഈ പോയിൻറ്റ്സ് കൂട്ടുക എന്നുള്ളൊരു കാര്യം മാത്രമാണ്. ഇതിൽ ഫ്രണ്ട്സ് ഇൻവൈറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കിട്ടുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാര്യവും നിങ്ങൾക്ക് കിട്ടില്ല. 10 ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്താൽ 10,000 ടോക്കൺസ് കിട്ടും. അതാണ് ഏറ്റവും ഇതിൽ മാക്സിമം ആയിട്ടുള്ള ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാനുള്ള ഈ ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. റെഫറൽ കൊണ്ട് ഒരു കാര്യമില്ല ഇതിൽ. അപ്പോൾ നിങ്ങൾ ടാപ്പ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് നല്ല ലെവലിൽ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് നല്ല പ്രൊജക്റ്റ് എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. എന്നാലല്ലേ നിങ്ങൾക്ക് വിശ്വാസമാവുള്ളൂ. അല്ലെങ്കിൽ ഞാൻ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ OX ഫുട്ബോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ട്വിറ്ററിലൊരു പേജ് ഉണ്ട്. ആ പേജിൽ നിങ്ങൾ കയറുക. ഈ ഒരു ഫുട്ബോൾ കമ്മ്യൂണിറ്റി, അവൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് ചെറിയ രീതിയിലൊരു പ്രോഫിറ്റ് കിട്ടാൻ ഇത്ര കാലം അവനെ സപ്പോർട്ട് ചെയ്തതിന് അവരൊരു ചെറിയൊരു Web3 പ്രൊജക്റ്റ് കൊണ്ടുവരികയാണ്. ആ Web3 പ്രൊജക്റ്റാണ് ഈ വണ്ടർ കിഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ്. ഇതിനൊരു 1 മാസം മാത്രമാണ് ഇതിന് സമയമുള്ളൂ. മാർച്ചിൽ തന്നെ ഇത് ലിസ്റ്റ് ആവും. ഞാനിത് ഫെബ്രുവരിൻ്റെ ഫസ്റ്റ് ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ ടെലിഗ്രാം ചാനലിൽ പറഞ്ഞാണ്. എന്നിട്ട് കയറിയ ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ നല്ല റാങ്കിൽ തന്നെ നിങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഞാനിതിൻ്റെ ഇവിടെ എടുക്കുകയാണ്. അവരിവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ് യൂട്ടിലിറ്റി. ഫുട്ബോൾ ഈസ് നോട്ട് എ ജസ്റ്റ് എ ടോക്കൺ, ഇറ്റ് ഈസ് എ ലൈഫ് ബ്ലഡ് ഓഫ് എക്കോസിസ്റ്റം വിത്ത് അപ്ലിക്കേഷൻ അക്രോസ് ആൾ ദ ആസ്പെക്ട് ഓഫ് OX ഫുട്ബോൾ. അവൻ്റെ കമ്മ്യൂണിറ്റിനെയാണ് അവർ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് വെച്ചിട്ട് അവരിങ്ങനെ ഒരു പ്രൊജക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞാൻ ഇതിൽ കുറച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ വൈറ്റ് പേപ്പർ ടോക്കണോമിക്സ് ഫസ്റ്റ് കാണിച്ചു തരാം. ഇതിൽ 24% കമ്മ്യൂണിറ്റിക്കാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ആകെ മൊത്തം ടോട്ടൽ ആയിട്ടുള്ള ഈ ഒരു സപ്ലൈ എന്ന് 24% നമുക്ക് കമ്മ്യൂണിറ്റി. അപ്പോൾ ചെറിയൊരു തോതിൽ മാത്രമാണ് കമ്മ്യൂണിറ്റിക്ക് വരുന്നുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ ലിക്വിഡിറ്റി, അങ്ങനെയുള്ള ടീം, അഡ്വർടൈസ്മെൻറ്റ്, ലോഞ്ച് പാഡ്, അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ലോക്കിംഗ് ഒക്കെ വരുമ്പോൾ ചെറിയ തോതിലാണ് ടോക്കൺ സപ്ലൈ ആവുന്നതെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇതിനൊരു വാല്യൂ വരില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഞാൻ അതിൻ്റെ വൈറ്റ് പേപ്പറും ഇവരിന് ആരൊക്കെയാണ് ബാക്കപ്പ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം കൂടി കാണിച്ചു തരാം. അത് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് പാർട്ട്നേഴ്സ്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കമ്പനികളായിരിക്കും അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ മെഷ് എന്ന് പറഞ്ഞൊരു കമ്പനി, പ്രോട്ടോകോൾ ലാബ് എന്ന് പറഞ്ഞ കമ്പനി, അതേപോലെ തന്നെ ബോബ എന്ന് പറഞ്ഞൊരു കമ്പനി, മെക്സി, ഗേറ്റ്യോ, XDC, ഫിഞ്ച്, അതേപോലെ തന്നെ ഫിഞ്ചിൻ, അതേപോലെ തന്നെ OGC. ഇത്രത്തോളം ആൾക്കാരാണ് ഇവരിന് എന്ത് ചെയ്ത് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്ര നല്ലൊരു ബാക്കപ്പ് ഉള്ള ഒരു പ്രൊജക്റ്റ് ടെലിഗ്രാമിൽ വരിക എന്നുണ്ടെങ്കിൽ വളരെയധികം റെയറാണ്. ഇതിന് ഒരുപാട് യൂസേഴ്സ് ഇല്ല. ഞാൻ മാത്രമാണ് മേ ബി ഇത് പറഞ്ഞിട്ടുണ്ടാവുള്ളൂ ഈ ഒരു മലയാളം ഇല്ലെങ്കിൽ ഒരു മലയാളം ക്രിപ്റ്റോ ചാനലിൽ. നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൽ കയറാമെന്ന് ഞാൻ 100% പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടാൽ മതി. നിങ്ങൾ അവൻ്റെ ട്വിറ്റർ പേജിൽ പോവുക, അവൻ്റെ വൈറ്റ് പേപ്പർ എടുക്കുക, അവൻ്റെ വെബ്സൈറ്റ് എടുക്കുക, കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് തൃപ്തിയായി എന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് ഈ പ്രൊജക്റ്റിലൊന്ന് കയറിയിട്ട് നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് കിട്ടാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ ഇടയിൽ ഞാൻ കുറച്ചിങ്ങനെ സ്റ്റക്ക് ആയിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞത് ലോഡാവാത്ത കാരണമാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ വിശ്വസ്തയോടെ കയറിക്കോ. നിങ്ങൾ വിചാരിക്കുന്ന കോടികളൊന്നും
കിട്ടിയില്ലെങ്കിലും സാധാരണ ഇപ്പോൾ ഒരു ടെലിഗ്രാം ഒരു പ്രൊജക്റ്റിൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടുന്നത് അതിനേക്കാളും ഒരു 10% ഈ പ്രൊജക്റ്റിൽ നിന്ന് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് കയറുക. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊജക്റ്റും അങ്ങനെയുള്ള പുതിയ അപ്ഡേറ്റും ഇതിൻ്റെ അപ്ഡേറ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് എൻ്റെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ എന്തായാലും കയറണം. ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ കയറിയെന്ന് പറഞ്ഞാൽ പല അപ്ഡേറ്റ് ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. ഒരുപാട് അപ്ഡേറ്റ് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം കുറേ ലൂട്ട്സ് ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ലൂട്ട്സ് ഒക്കെ ചിലവർക്ക് വർക്ക് ആവുന്നില്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ പ്രോപ്പറായിട്ട് ഇതിൽ കയറിയിട്ട് വൈഫൈ ഒന്നും കൊടുക്കാതെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ ഇതിൽ ഓപ്പൺ ചെയ്തിട്ട് വൈഫൈ കൊടുക്കാതെ തന്നെ ഓപ്പൺ ചെയ്ത് ഇവിടെ UPID കൊടുത്ത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പൈസ കിട്ടും. ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, UPID ഒക്കെ എവിടെ നിന്നാണ് കിട്ടാമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. നേരെ ഗൂഗിൾ പേ പോവുക, ഗൂഗിൾ പേയിൽ പ്രൊഫൈൽ സെഷൻ എടുക്കുക. പ്രൊഫൈൽ സെഷനിൽ നേരെ നമുക്ക് അവിടെ എന്ത് കിട്ടും, നമ്മുടെ UPID നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഈ UPID ഇവിടെ നിന്ന് കിട്ടിയത് ഇത് ഇവിടെ നിന്ന് കോപ്പി ചെയ്തും കൊണ്ട് നേരെ ഈ ഒരു വെബ്സൈറ്റ് ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ പൈസ ഏതിക്കാണ് വരേണ്ടത് എന്നുള്ളൊരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇത് ഇവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പോകുന്നത് പ്ലേ സ്റ്റോറിക്കാണ്. ഇത് നിങ്ങൾ മേ ബി പോകണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾ വൈഫൈ കണക്ട് ചെയ്യാതെ തന്നെ ഇരിക്കണം. എൻ്റെ ഇവിടെ ഹൈലി നല്ലൊരു നെറ്റൊക്കെ ഉള്ള കാരണമാണ് എന്താവുന്നത് ഇങ്ങനെ പെട്ടെന്ന് തന്നെ പോകുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. അതിലൊരു ഡിമാൻഡ് അക്കൗണ്ട് എടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 171 രൂപയാണ് കിട്ടുക. ആ ഡിമാൻഡ് അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ലൈഫ് ടൈം ഫ്രീ ആണ്. നിങ്ങൾക്ക് അതിന് പൈസ ഒരു കാര്യങ്ങളും കൊടുക്കേണ്ട. നിങ്ങൾക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് തിരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഡീആക്ടിവേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ കുറച്ച് പൈസയൊക്കെ കിട്ടിയിട്ടുണ്ട്. 160 രൂപയാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് എനിക്ക് കിട്ടുക, നിങ്ങൾക്ക് 170 രൂപയാണ് കിട്ടുക. അപ്പോൾ ആ ലിങ്ക് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ടെലിഗ്രാം ചാനലിൽ കയറിയിട്ട് ഏതെങ്കിലും ഗ്രൂപ്പിൽ, നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഏതെങ്കിലും ആൾക്കാരുടെ ചോദിച്ചാൽ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഒരുപാട് പൈസ ഇങ്ങനെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്കും കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ലിങ്കിൽ കയറുക. ഇതിൽ ഒരു ലൂട്ട് മാത്രമല്ല ഞാൻ ഇടുന്നത്, ഒരുപാട് ലൂട്ട് ഞാൻ ഇടുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, അതിലൊക്കെ കയറുക. ഏഞ്ചൽ 1 ആണ് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്സ്റ്റോക്സും നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടും. അങ്ങനെയുള്ള കുറേ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ലൂട്ട് ഇടുന്നുണ്ട്. നിങ്ങൾ ഇതിലൊക്കെ കയറി എന്ന് പറഞ്ഞാൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു പൈസ മുടക്കില്ലാതെ തന്നെ നിങ്ങളുടെ ഗൂഗിൾ പേയിൽ നിങ്ങൾക്കും ഇങ്ങനെ പൈസ കിട്ടാനുള്ള ഒരു ഓഫറും ഞാൻ തരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. ചെറിയ ഇടയിലൊരു ലാഗ് ഉണ്ടായത് നിങ്ങൾ എല്ലാവരും ക്ഷമിക്കണം. ഈ ഒരു ഫോണിൻ്റെയും അങ്ങനെയുള്ള കുറച്ച് പ്രശ്നം കൊണ്ട് മാത്രമാണ്. അപ്പോൾ എന്തായാലും വീഡിയോ യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാം. ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി നിങ്ങൾക്ക് തോന്നിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പുതിയ അപ്ഡേറ്റുകളും പൗസിൻ്റെ അപ്ഡേറ്റുകളും പുതിയ പ്രൊജക്റ്റിൻ്റെ അപ്ഡേറ്റുകളും ടെസ്റ്റ്നെറ്റിൻ്റെ അപ്ഡേറ്റുകളും എല്ലാത്തിനും വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പുതിയ പ്രൊജക്റ്റുകൾ നല്ല രീതിയിൽ തന്നെ ബാക്കപ്പ് ഉള്ള പ്രൊജക്റ്റുകളൊക്കെ നമ്മുടെ ചാനലിൽ നിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.